നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ രാവിലെ ഉറങ്ങി കിടന്നപ്പോൾ ഒരു ഓട്ടം കിട്ടി. വേറൊരു വേണ്ടി ലോങ് പോയിട്ട് തിരിച്ച് എത്താത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഓട്ടം കിട്ടി. നെയ്ത്തിങ്ങരയ്ക്ക് അടുത്ത് കമ്മുകൊണ്ടുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്ത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. 6:45 2 മിനിറ്റ് മുമ്പേ തന്നെ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് ഏറ്റിട്ട് നമ്മുടെ ഷെഡിന് അടുത്ത് തന്നെയുള്ള പമ്പിൽ പോയി 5000 രൂപ ഡീസൽ വണ്ടിയിൽ ഡീസലൊക്കെ അടിച്ച് കുറച്ചൊരു മുമ്പോട്ട് പോയപ്പോഴാണ് മൈക്കിൽ ബാറ്ററി തീർന്ന കാര്യം ഓർമ്മ വന്നത്. ഉടനെ തന്നെ വണ്ടി നിർത്തി ഒരു കടയിൽ നിന്ന് ബാറ്ററി വാങ്ങിച്ച് മൈക്കിലിട്ട് നമ്മുടെ ആൾക്കാർക്ക് മൈക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആലങ്കോട് എത്തിയപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. ചേട്ടനും ബാപ്പും കൂടെ ആദ്യമേ തന്നെ ഫുഡ് കഴിക്കാൻ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമായതുകൊണ്ട് ഫുഡ് കിട്ടാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മളൊരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിച്ച് തിരിച്ചിറങ്ങി. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കൊല്ലം ബസ് സ്റ്റാൻഡിന്റെ പിറകിലുള്ള അഷ്ടമുടി കായലിന്റെ ബോട്ടിങ്ങിന്റെ അവിടെ നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹൗസ് ബോട്ടിൽ കയറി. അവരുടെ കൂടെ ബാപ്പും ഹൗസ് ബോട്ടിൽ കയറി. എന്നിട്ട് നമ്മുടെ ചെറുക്കനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രമം മൈതാനത്ത് എത്തിയപ്പോൾ ഇവിടെ വൈകുന്നേരം പൂരം നടക്കുന്ന കാര്യം അറിഞ്ഞു. പിന്നെ നമ്മുടെ ചെറുക്കനെ മൈതാനത്തിന്റെ പുറത്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിന്റെ ചാർജർ എടുത്തുകൊണ്ട് ഒരു സ്ഥലം വരെ പോവേണ്. അടുത്തുണ്ടായിരുന്ന ആദ്യത്തെ തിയേറ്ററിൽ എത്തിയപ്പോൾ ഇവിടെ വാഴ സിനിമ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നേരെ ഒരു അപ്പൂപ്പന്റെ ഹോട്ടലിൽ കയറി നമ്മൾ നേരെ അടുത്ത തിയേറ്ററിലാണ്. ഞാനും ചേട്ടനും കൂടെ 2 ടിക്കറ്റ് എടുത്ത് AC കൊള്ളാൻ വേണ്ടിയിട്ട് കയറിയ പടം പള്ളിച്ചട്ടമ്പി. AC കൊള്ളാൻ വേണ്ടിയിട്ടാണ് സിനിമയ്ക്ക് കയറിയതെങ്കിലും സിനിമയുടെ ഓരോ സീൻ കഴിയുമ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. അല്ല കിടിലം മാസാക്ഷം പടം തന്നെയായിരുന്നു ടോവിനോയുടെ ഈ സിനിമ. അങ്ങനെ പടമൊക്കെ കണ്ടിറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ചെറുക്കന്റെ അടുത്തേക്ക്. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ നമ്മളൊരു ചെറിയ ഹോട്ടലിൽ അങ്ങനെ അവിടെ കയറി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള 2 ഊണും കഴിച്ചിട്ടായിരുന്നു നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് വീണ്ടും പോയി. വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴേക്കും പോലീസുകാരൊക്കെ നമ്മളെ തിരക്കി വന്നിട്ടുണ്ട്. വൈകുന്നേരം ഇവിടെ പൂരം തുടങ്ങുന്നതുകൊണ്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് പണിതേണ്ടതിന്റെ അകത്ത് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ അവർ അപ്പോഴാണ് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു ചേട്ടൻ നമ്മളത് സംസാരിക്കാൻ പുള്ളി വന്നതിന്റെ പിന്നാലെ ഹൗസ് ബോട്ടിന്റെ കൂടെ കയറി പോയി ബാപ്പു സാറും സ്ലോ മോഷനിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ നേരത്തെ ഹൗസ് ബോട്ടിൽ കിട്ടിയ ഫുഡിന്റെ തള്ളായിരുന്നു ബാപ്പു സാർ. അങ്ങനെ കുറെ നേരം നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടൻ തിരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഹൗസ് ബോട്ട് കഴിഞ്ഞിട്ട് പൂരം കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളും പൂരം കാണാൻ വേണ്ടിയിട്ട് അകത്ത്. സത്യം പറഞ്ഞ പൂരം കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പൂരത്തിന്റെ അകത്ത് കയറി. അങ്ങനെ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് വണ്ടിയിൽ തിരിച്ചു പോകുന്നതിനിടയ്ക്ക് അവർ വണ്ടിക്കകത്ത് റീൽ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. റോഡിലെ ബ്ലോക്കിനെല്ലാം തരണം ചെയ്തത് നമ്മൾ അവരെ എവിടെ നടത്തും അവിടെ തന്നെ സേഫ് ആയിട്ടുണ്ട് ഇറങ്ങി. അപ്പോൾ പറഞ്ഞ പോലെ ബാക്കി നാളെ.